ഐഡിയ എന്ന് വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ എനിക്കൊന്ന് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അതിൽ ഒരാൾ ഇളയ ആൾ പറഞ്ഞു, നല്ല കോളായിട്ടുണ്ടല്ലോ, ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ചോ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിൽ അതെൻ്റെ ചങ്കി കൊണ്ടു. ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ. അതാണ് എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാ. അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെയും. അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, നമ്പറുള്ള ആളാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30 ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. രാവിലെ തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കൽ 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ, ഒറ്റ തവണ മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട്. ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. എനിക്ക് വളരെ വ്യക്തമായി സംശയമുണ്ട്. അയാളുടെ കാർഡ് ചോദിച്ചപ്പോൾ കാർഡില്ല. അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. അയാൾ നിങ്ങളാരും ചോദിക്കാത്ത 2-3 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ച് അത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് അവർ ചോദിച്ചത് ഇതാണ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഇതിന് തെളിവുണ്ടോ, അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാന്ന് പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ക്വസ്റ്റ്യൻ അല്ല, ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്, ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ ഇത്, അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ്. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അയാൾ ചോദിച്ചതാണ്, ഇത്രയും പണം ചിലവാക്കി പടം റിലീസാകാൻ പോവുകയാണ്, ഒരു പ്രത്യേക പേര് പറഞ്ഞു. ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത്. ആ പടം റിലീസാകാൻ പോവുകയാണ്, അപ്പോൾ അതൊക്കെ അതിൻ്റെ റിലീസിങ്ങോ അതിൻ്റെ വിജയത്തെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും. ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ, ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തികേടുകളായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ 10-100 പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ല എന്നടിക്കരുത്. പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി, ഇന്നലെ എനിക്കൊരു ഇതയച്ചത് നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ. ഇതൊക്കെ എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക്? അത് തിരുത്തേണ് വേണ്ടത്. അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ. എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗാങ്സോ സുകുമാരക്കുറുപ്പ് നാളെ 13-ാം തീയതി റിലീസാവുകയാണ്. ആ പടത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത്, ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിനെ, ഇപ്പോൾ ഗാങ്സോ സുകുമാരക്കുറുപ്പിനെ ഷാജി കൈലാസാൻ്റെ മകനാണ് അതിൽ ലീഡ് റോള്, അബു സലീം ചെയ്യുന്നുണ്ട്. അവരും പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ, ആ ചെറിയ പടം, അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ്. അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.